ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ്. ഈ വീഡിയോ കാണുന്നത് SLC+2 സ്റ്റുഡൻസ് ആണ് എങ്കിൽ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പ്സിലൊക്കെ ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. കാരണം ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് 100% ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന 5 കാര്യങ്ങൾ, അതായത് ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന പബ്ലിക് എക്സാം നിങ്ങൾക്ക് ഫുൾ കോൺഫിഡൻസോട് കൂടി അതുപോലെ തന്നെ പരീക്ഷ ഈസി ആകും എന്ന് തന്നെ നമുക്ക് ഏകദേശം പറയാൻ സാധിക്കും. എന്തൊക്കെയാണ് അതിലെ പോസിറ്റീവ് എന്ന് നോക്കാം. അതിലൊന്നാമത്തേത് എക്സാം ക്വസ്റ്റ്യൻ പാറ്റേൺ തന്നെയാണ്. കാരണം നിങ്ങളുടെ മുന്നിലേക്ക് ഇനി ഒരു മോഡൽ എക്സാം ഉണ്ട് SLC+2കാർക്ക്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ വലിയ ഒരു അനിശ്ചിതത്വമൊന്നും ഇപ്പോഴത്തെ ബാച്ചുകാർക്ക് ഇല്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമുണ്ട്. പക്ഷേ ഇപ്പോഴും ഇമ്പ്രൂവ്മെന്റിന്റെ കേസൊക്കെ പറഞ്ഞ പല +2 സ്റ്റുഡൻസും വരുന്നുണ്ട്. ഓക്കെ, അതെല്ലാം നമ്മൾ നേരത്തെ അറിഞ്ഞതാണ്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പോസിറ്റീവ്, ഏകദേശം വരാൻ പോകുന്ന എക്സാം പാറ്റേൺ പ്രെഡിക്റ്റബിൾ ആണ് എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഓൾറെഡി ക്രിസ്മസ് പരീക്ഷ എഴുതി കഴിഞ്ഞു, ഇനി മോഡൽ എക്സാം വരാൻ പോകുന്നു. അപ്പോൾ ഇതിന്റെയൊക്കെ മോഡലും എത്ര ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകും, എങ്ങനെ ടൈം വിനിയോഗിക്കണം എന്നൊക്കെയുള്ളൊരു ഐഡിയ SLC+2കാർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം മക്കളെ, നമ്മൾക്ക് ഇതിന് മുമ്പൊക്കെ ഉണ്ടായിരുന്ന ഒരു അനിശ്ചിതത്വമാണ് ഗ്രേസ് മാർക്കും മോഡറേഷനും ഒക്കെ. അപ്പൊ ഗ്രേസ് മാർക്ക് എല്ലാവർക്കും ഇപ്പോൾ ഉണ്ട്. അതായത് നിങ്ങൾക്ക് അർഹതപ്പെട്ട ഗ്രേസ് മാർക്ക്, അത് NCC ആയാലും SPC ആയാലും അതുപോലെ തന്നെ മറ്റ് കലോത്സവ കായിക ശാസ്ത്രമേളകളിലൂടെ ലഭിച്ച എല്ലാവർക്കും ഗ്രേസ് മാർക്ക് കൃത്യമായിട്ട് ലഭ്യമാക്കും. അത് നിങ്ങൾക്ക് എന്തായാലും അവസാനം ഗ്രേഡുകൾ വരുമ്പോൾ, മാർക്കുകൾ വരുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് തന്നെയായിരിക്കും. ഇനി SLC-കാരെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതുപോലെ +2-നും പറയാം, SLC-ക്ക് എന്തായാലും +1-ൽ ഇപ്പോൾ സീറ്റുകൾ കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾക്ക്, അർഹതപ്പെട്ട ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് തന്നെ പഠിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇനി +2കാർക്ക് എന്താണ് മറ്റൊരു അഡ്വാൻറ്റേജ്? നിങ്ങളുടെ ഡിഗ്രി പഠനം പൂർണ്ണമായിട്ട്, അതായത് സൗജന്യമാക്കിക്കൊണ്ട് പുതിയൊരു ബജറ്റ് പ്രഖ്യാപനം വന്നു എന്ന് മാത്രമല്ല, പുതിയ AI റിലേറ്റഡ് കോഴ്സുകളൊക്കെ നമ്മുടെ ഓരോ യൂണിവേഴ്സിറ്റിയിലും പുതിയ ബ്രാഞ്ചുകളായിട്ട് അവതരിപ്പിച്ചതുകൊണ്ട് കോളേജ് സീറ്റുകളും താരതമ്യേന കൂടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് പോകേണ്ട കാര്യമേ ഉള്ളൂ. ഇനി മറ്റൊന്ന് CE അതുപോലെ തന്നെ മറ്റ് മാർക്കുകളാണ്. അതായത് CE മാർക്ക് നിങ്ങൾക്ക് ഏകദേശം ഫ്രീ ഹിറ്റാണ്. ഇപ്പോൾ SLC-കാരെ എടുത്താൽ CE മാർക്കും IT പരീക്ഷയുടെ മാർക്കും, ഇനി +2കാരെ എടുത്തു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ മാർക്കും CE മാർക്കും. ഇത് രണ്ടും പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ IT എക്സാം സെപ്പറേറ്റ് ആയിട്ടാണ് നടത്തുന്നത്, പ്രാക്ടിക്കൽ സെപ്പറേറ്റ് ആയിട്ടാണ് നടത്തുന്നത്. CE മാർക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത് ടീച്ചർമാരുടെ കൂടെ ഒരു ഇംപ്രഷനൊക്കെ ഉണ്ടാക്കി, അതുപോലെ ലാബിലും അതുപോലെ തന്നെ നമ്മുടെ IT ലാബിലും ഒക്കെ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ഭാരം നിങ്ങൾക്ക് ആദ്യം തന്നെ കുറച്ച് സെക്യൂർ ആക്കി കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് എക്സാം ഹോളുകളിലേക്ക് പബ്ലിക് എക്സാമിന് പോകാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം. ഇനി എടുത്തു പറയേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണ്? ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ഇത്തവണ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം കഴിഞ്ഞ വർഷം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു. അപ്പോൾ അതിനുള്ള സാധ്യതയും കുറവാണ്. പിന്നെ നിങ്ങൾക്ക് അർഹതപ്പെട്ട മാർക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല. കാരണം റിവാലുവേഷനും സൂക്ഷ്മ പരിശോധനയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ അത്തരത്തിൽ തെറ്റ് പറ്റുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ട മാർക്ക് തിരിച്ചു നേടിയെടുക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഈ നാട്ടിലുണ്ട്, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുണ്ട് എന്നുള്ളത് വളരെ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ വിദ്യാർത്ഥികൾ വളരെ കൂളായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക, എന്നിട്ട് പരീക്ഷ എഴുതുക, അത് കഴിഞ്ഞ് അഡ്മിഷനൊക്കെ കാത്തിരിക്കുക എന്ന് പറയുന്ന സിമ്പിൾ ആയിട്ടൊരു പ്രൊസീജിയറാണ്. ഇതിനാരും വലിയ ഒരു ബാലികേറ മലയായിട്ടോ അല്ലെങ്കിൽ വലിയൊരു സംഭവമായിട്ടോ കാണേണ്ട, വളരെ കൂളായിട്ട് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാത്തവർ പഠിച്ചു തുടങ്ങുക, അറിയാവുന്നവർ അറിയാവുന്നിടത്ത് നിന്ന് കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്യുക. ഫുൾ A+ ആണെങ്കിൽ ഫുൾ മാർക്കിലേക്ക് നിങ്ങൾ എയിം വയ്ക്കുക. ജസ്റ്റ് പാസ് ആണെങ്കിൽ അതിന് മുകളിലേക്ക് വരിക. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷകൾ ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സുഹൃത്തിനും ഫ്രണ്ട്സിലേക്കും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്തേക്കുക. ആശ്വാസമായി എങ്കിൽ നിങ്ങളുടെ കമന്റിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം.